അപ്പോൾ അത് നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ കാണുമ്പോൾ നമുക്ക് തോന്നും ഇപ്പം ഭയങ്കര ദേഷ്യക്കാരനാണല്ലോ, ഒന്നും ക്ഷമയില്ലല്ലോ എന്ന് തോന്നാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ബ്രെയിനിലെ ഗ്ലൂക്കോസിൻ്റെ കുറവുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ഗ്ലൂക്കോസ്? ഗ്ലൂക്കോസ് നമ്മുടെ ബ്രെയിനിന് ഏറ്റവും ആവശ്യമുള്ള ഫ്യൂവലാണ്, എനർജി സപ്ലൈ ചെയ്യുന്ന സോഴ്സാണ്. അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിനിൻ്റെ പ്രവർത്തനം നിലയ്ക്കും. അപ്പോൾ അവൻ ഇതുപോലെ പെട്ടെന്ന് റിയാക്ഷൻ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കഴിക്കേണ്ട ഫുഡ് അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുന്ന കുറച്ച് ഫുഡുകൾ ബന്ധപ്പെട്ടാണ് നമ്മുടെ ക്യാരക്ടർ ഇരിക്കുന്നത്. ഇത് ഇംബാലൻസ്ഡ് ആവുന്ന സമയത്താണ് നമ്മളുടെ ക്യാരക്ടർ മാറുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ മെയിനായിട്ട് പ്രധാനപ്പെട്ട 3 പോയിന്റാണ്. ഒന്ന് ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ, പിന്നെ ഡോപ്പമൈൻ. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിളായിട്ട് അതൊരു ലവ് ഹോർമോണാണ്. നമുക്ക് വേറൊരു അനുഗമനം തോന്നാൻ, നമുക്ക് അതിനോട് സ്നേഹം തോന്നാൻ, നമ്മൾ ഫ്രണ്ട്സ്, ഫാമിലി അല്ലെങ്കിൽ അയൽക്കാരായിട്ട് സൗഹൃദത്തിലിരിക്കാനൊക്കെ ഇവനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഗ്രേറ്റ്. രണ്ടാമത്തെ ആളാണ് സെറോട്ടോണിൻ. അത് ഹാപ്പി ഹോർമോൺ. നമ്മളെ നല്ല സന്തോഷിച്ചിരുന്നാൽ മാത്രമേ നമ്മൾ വേറൊരാളോട് നന്നായിട്ട് പ്രവർത്തിക്കില്ല, പെരുമാറുള്ളൂ. അപ്പോഴേ നമുക്ക് ഈ എന്താ പറയുക നല്ല ക്യാരക്ടർ രൂപീകരിക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തെയാണ് ഡോപ്പമിൻ. ഡോപ്പമിൻ റിസ്ക് റിവാർഡ് സിസ്റ്റം. നീ ഇപ്പോൾ നല്ല ഒരാളോട് എക്സാമ്പിൾ പറഞ്ഞൊരു നല്ല ദാഹിച്ചിട്ടൊരു വെള്ളം ചോദിച്ചു, അപ്പോൾ വെള്ളം അയാൾ തന്നു. അപ്പം നിനക്ക് അതിൽ തിരിച്ച് അയാളോട് താങ്ക്സ് എന്ന് പറയാൻ തോന്നുന്നുണ്ട്. അപ്പം നിനക്ക് ഈ താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞിട്ട് നിന്റെ മനസ്സിൽ നിനക്കാണ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ആവും. അയാൾ എനിക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് ഞാൻ പറഞ്ഞു. അപ്പോൾ റിസ്ക് റിവാർഡ് സിസ്റ്റം